നമുക്ക് ഒരിക്കലും താരതമ്യങ്ങളില്ലാത്ത ഒരു ദുരന്തമാണ് ഉണ്ടായത് എങ്കിൽ പോലും നിങ്ങൾക്കറിയാം, വയനാടിൻ്റെ ജീവിതവും വയനാടിൻ്റെ ദൈനംദിന വരുമാനവും എല്ലാം നമ്മുടെ ടൂറിസമാണ്. ടൂറിസവുമായി ചുറ്റിപ്പറ്റിയാണ് ആയിരക്കണക്കിന് റിസോർട്ടുകളും ഹോം സ്റ്റേകളും ഒക്കെ ഈ നാട്ടിൽ വന്നത്. അടുത്ത സംസ്ഥാനങ്ങളിലും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമൊക്കെ തന്നെ ആളുകൾ വിശ്വസിക്കുന്ന വയനാട് മുഴുവൻ തകർന്നുപോയി എന്നാണ്. വയനാട് ദുരന്തമെന്ന് ആദ്യം വിളിച്ചതുകൊണ്ട് തന്നെ വയനാട്ടിലേക്ക് ഇനി പോകേണ്ട എന്ന് കരുതുന്ന വിനോദസഞ്ചാരികളുണ്ട്. എന്നാൽ വയനാടിൻ്റെ ഉള്ളിലെ 3 ഗ്രാമങ്ങളിൽ മാത്രമാണ് ഇത്രയും വലിയൊരു ദുരന്തം പെയ്തിറങ്ങിയതും ഇത്രയധികം മനുഷ്യർക്ക് ജീവഹാനി ഉണ്ടായതും എന്ന് നമുക്ക് ലോകത്തെ പഠിപ്പിച്ച് തീരൂ. ഈ വശ്യമനോഹരമായ ഈ മണ്ണിൻ്റെ വിരിമാറിലേക്ക് ഇനിയും നമുക്ക് വിനോദസഞ്ചാരികളെ എത്തിച്ചേ പറ്റൂ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം വഴിമുട്ടിപ്പോകും. അതിനുവേണ്ടിയാണ് 24 ഫ്ലവേഴ്സും എൻ്റെ കുടുംബം വയനാടിനൊപ്പം എന്ന ഈ മഹത്തായ സംരംഭത്തിന് വേണ്ടി കൈകോർക്കുന്നത്. നിങ്ങൾക്കൊപ്പം അണിചേരുവാനും നിങ്ങൾക്ക് സഹായങ്ങൾ എത്തിക്കുവാനും ഈ രക്ഷാദൗത്യത്തിനു വേണ്ടി സമാനതകളില്ലാത്ത രക്ഷാദൗത്യങ്ങളിൽ ഏർപ്പെട്ട ആളുകൾക്ക് ആദരവ് നൽകാനും വേണ്ടി നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഒരുപക്ഷേ ലോക മനസ്സാക്ഷിയിൽ ഒരു പുത്തൻ ഉണർവ് നൽകുവാനും വയനാടിൻ്റെ വശ്യ സൗന്ദര്യമാണ് നമ്മുടെ ആത്മാവ് എന്നവരോട് വിളിച്ചു പറയുവാനും വയനാട് വിനാശത്തിൻ്റെ വഴിയിലല്ല അതിജീവനത്തിൻ്റെ വഴിയിലൂടെ യാത്ര തുടങ്ങിക്കഴിഞ്ഞു എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുവാനും വയനാടിനപ്പുറമുള്ള ജില്ലകളിൽ നിന്ന് മറ്റുള്ളവർക്ക് ഇവിടെ കാണുവാനും ലോകത്തിലെ പ്രശസ്തരായ മാധ്യമപ്രവർത്തകരെ വയനാട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തുവാനും വലിയ വലിയ ടൂർ ഓപ്പറേറ്റേഴ്സിനെ നമുക്ക് ഈ നാട്ടിലേക്ക് കൊണ്ടുവന്ന് ഈ നാടിൻ്റെ ഹൃദയസ്പന്ദനം എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ഈ ഹൃദയതാളം അവരിലേക്ക് പകർന്ന് ലോകമെമ്പാടും വയനാടിൻ്റെ മനസ്സ് സ്പന്ദിക്കുന്ന ഒരു പ്രഭാതം നമുക്കുണ്ടാകാൻ വേണ്ടിയാണ് നമ്മളിവിടെ അണിചേർന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഒരുപക്ഷെ നമുക്ക് എന്തു പറഞ്ഞാലും, എത്ര നമ്മൾ സമാധാനിപ്പിച്ചാലും, എത്ര കൗൺസിലിംഗ് കൊടുത്താലും എല്ലാം നഷ്ടപ്പെട്ടു പോയ കുറേ മനുഷ്യരുടെ കഥ ഈ മുണ്ടക്കയും ചൂരൽമലയും നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്. അലക്സ് റാം മുഹമ്മദ് എന്ന ഞങ്ങളുടെ സ്റ്റാർ അവതാരകൻ, സ്റ്റാർ പ്രസൻറ്റർ തയ്യാറാക്കിയ ഒരു ഷോറിയിലാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. ആ രാത്രിയിൽ വയനാടിൻ്റെ ഈ 3 ഗ്രാമങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ഈ ഒരു ഷോറിയിൽ നിങ്ങളെ ഞാൻ കാണിക്കുകയാണ്. ഈ ഷോറിയിൽ കാണുന്ന കേരളത്തിന് പുറത്തിരിക്കുന്ന മലയാളികളും മറ്റുള്ളവരും അറിയേണ്ട കാര്യം, 3 ഗ്രാമങ്ങളിൽ മാത്രം സംഭവിച്ച ഒരപജയത്തിൻ്റെ, ഒരു ദുരന്തത്തിൻ്റെ കഥ മാത്രമാണ് ഇതിൽ പറയുന്നത്. വയനാടിൻ്റെ മണ്ണിന് വിനാശം സംഭവിച്ചിട്ടില്ല. വയനാട് ഇപ്പോൾ വർദ്ധിത വീര്യത്തിലാണ്. ഈ ഓണക്കാലം നമ്മൾ തകർത്ത ഓണം ആഘോഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ലോകത്തോട് നമുക്ക് കൊടുക്കാനുള്ളത് ഒരേ ഒരു സന്ദേശമാണ്: വയനാട് തളർന്നിട്ടില്ല. വശ്യമനോഹരിയായ വയനാട് ചിരിക്കുകയാണ് അതിജീവനത്തിൻ്റെ പുതിയ പാതയിലൂടെ. ഓവർ ടു ഷോറി. ചുരം കയറി എത്തുന്നതും മലനാട്ടിലേക്കാണ്. പശ്ചിമഘട്ട മലനിരകളുടെ തലപ്പൊക്കത്തിനിടയിൽ നീട്ടി വിരിച്ചൊരു പച്ച പരവതാനി പോലെ സുന്ദരമായ നാട്. സമുദ്രനിരപ്പിൽ നിന്നും 700 മുതൽ 2100 മീറ്റർ വരെ ഉയരത്തിലെ പീഠഭൂമി. തേയിലത്തോട്ടങ്ങളും വനപ്രദേശവും ചുറ്റി വന്നാൽ കൺനിറയെ വയലേലകൾ കാണാം. വയൽനാടും വനനാടും മലനാടും പിന്നീട് വയനാടെന്ന് അടയാളപ്പെടുത്തി. വെള്ളക്കാരനെയും സാക്ഷാൽ ടിപ്പു സുൽത്താനെയും കൊതിപ്പിച്ച മണ്ണിന് മക്കളുടെ മാനം കാത്ത വീരപഴശ്ശിയുടെ വാൾമുനയുടെ ശൗര്യമുണ്ട്. കാടിന്റെ അതിർത്തി താണ്ടിയെത്തുന്ന വന്യമൃഗങ്ങളോട് മല്ലിട്ട് മണ്ണിൽ പൊന്നു വിളയിച്ച മനുഷ്യരുടെ അസാധാരണമായ പോരാട്ട വീര്യത്തിന്റെ ചരിത്രമുണ്ട്. ഈ നാട് തലകുനിച്ചത് പ്രകൃതിയുടെ അവിചാരിതമായ പരീക്ഷണങ്ങളിലാണ്. ഇടിച്ചുകുത്തി പെയ്യുന്ന മഴയിൽ ഒന്നല്ല പല തവണ വിറങ്ങലിച്ചിട്ടുണ്ട് വയനാടിന്റെ മണ്ണ്. 2 ആഴ്ചയായി വെള്ളരിമലയിൽ മഴ തിമിർത്തു പെയ്യുകയാണ്. സീതമ്മക്കുണ്ടും കടന്നു മലവെള്ളം ചൂരൽമല പുഴയിലൂടെ കുതിച്ചൊഴുകുന്നു, മുമ്പെങ്ങും കാണാത്ത വിധം. പുഞ്ചിരിമട്ടവും മുണ്ടക്കയും ചൂരൽമലയും അട്ടമലയും അന്നുറങ്ങാൻ കിടന്നത് ഇതെന്തൊരു മഴപ്പെയ്ത്തെന്നുള്ളിൽ പറഞ്ഞാണ്.
മേപ്പാടി പഞ്ചായത്തിലാണ് ചൂരൽമല, അട്ടമല, മുണ്ടക്കൈ വാർഡുകൾ. പുത്തുമല മുതൽ നീലിക്കാപ്പ്, ചൂരൽമല, അട്ടമല, മുണ്ടക്കൈ എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന സെന്റിനൽ റോക്ക് തേയില എസ്റ്റേറ്റിന്റെ പിറവിയാണ് പ്രദേശത്തിന്റെ മുഖഛായ മാറ്റിയത്. തദ്ദേശീയരെ കൂടാതെ കുടിയേറ്റ തൊഴിലാളികളും അവരുടെ പരമ്പരയും ഈ മണ്ണിന്റെ സ്വന്തക്കാരായി. പാടികളിൽ നിന്ന് ജീവിതം സ്വന്തം പേരെഴുതിയ മണ്ണിലേക്കും കൂരകളിലേക്കും പറിച്ചു നടാൻ ഒരു തലമുറ കടൽ കടന്നു. ഭൂപ്രദേശത്തിന്റെ വിനോദസഞ്ചാര സാധ്യത കൂടി പ്രയോജനപ്പെടുത്തി നാട് വളർന്നു. വീടുകൾ, റിസോർട്ടുകൾ, ഹോം സ്റ്റേകൾ, ഹോട്ടലുകൾ, സ്കൂളുകൾ, കെട്ടിടങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ. ചൂരൽമലയും മുണ്ടക്കൈയും ചെറുപട്ടണങ്ങളുടെ മോടിയിലായി. വെള്ളരിമലയുടെ താഴ്വാരത്ത് വെള്ളാർമല സ്കൂൾ നാടിന്റെ അക്ഷര വെളിച്ചമായി. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ടേ. മരണം മലയിറങ്ങിയ സമയം. മുണ്ടക്കയിൽ നിന്നും 3 കിലോമീറ്റർ അകലെ പുഞ്ചിരിമട്ടത്തിനും മുകളിലായി വനമേഖലയിലുള്ള കൂറ്റൻ മലയായ വെള്ളൊലിപ്പാറയിൽ നിന്ന് ഉരുൾപൊട്ടി. മലയുടെ വലിയൊരു ഭാഗമടർന്ന് താഴേക്ക് പതിച്ചു. കുത്തിയൊഴുകിയ വെള്ളവും പാറക്കൂട്ടങ്ങളും 15 മിനിറ്റിനുള്ളിൽ മുണ്ടക്കയിലെത്തി. വീടുകൾ നിലം പൊത്തി. വൈദ്യുതി, ഫോൺ ബന്ധം നിലച്ചു. വെള്ളാർമലയുടെ വൃഷ്ടിപ്രദേശത്ത് നിന്ന് 3.25 കിലോമീറ്റർ താഴെ മുണ്ടക്കൈ ഭാഗത്ത് രണ്ടാമത്തെ ഉരുൾപൊട്ടൽ. ആദ്യ ഉരുൾപൊട്ടലിൽ വെള്ളമെത്താത്ത സ്ഥലങ്ങൾ തകർന്നടിഞ്ഞു. മലവെള്ളം ചൂരൽമലയിലേക്ക് ഇരച്ചെത്തി. ചൂരൽമലയിൽ ഉരുള് പൊട്ടിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ വീട്ടിലൊക്കെ വെള്ളം ഒന്ന് ആരോടെയും ഒന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് രക്ഷപ്പെടുത്താം. ചൂരൽമല സ്കൂളിന്റെ അവിടെ മേലേന്ന് മറിഞ്ഞു വീണ് പോന്നതാ. വീട്ടിലൊക്കെ വെള്ളമാണ്. ഒന്ന് ആരോടെയും ഒന്ന് നിങ്ങളൊന്ന് പറ. കുത്തൊഴുക്കിൽ പാറക്കൂട്ടങ്ങളും മരങ്ങളും ചെന്നിടിച്ച് വീടുകളും കെട്ടിടങ്ങളും നിലം പരിശായി. ചൂരൽമല മുണ്ടക്കൈ റോഡ് പൂർണ്ണമായി തകർന്നു. ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈയിലേക്കുള്ള പാലം അപ്രത്യക്ഷമായി. മുണ്ടക്കൈ LPSഉം വെള്ളാർമല സ്കൂളും അസ്ഥിപഞ്ജരം മാത്രമായി. പ്രകൃതി സംരക്ഷണ പ്രവർത്തനം നടത്തിയ ഇടം തന്നെ പ്രകൃതി കൊണ്ടുപോയി. ഇതിൽ കൂടുതൽ നമ്മൾ എന്തു പറയാനാ? ഈ പരീക്ഷയുടെ സമയത്ത് ഞാനും ഉണ്ണികൃഷ്ണൻ സാറും 7:30 ഞങ്ങൾ ക്ലാസ് തുടങ്ങിയിട്ട് രാത്രി 9 മണി വരെ ഞങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ ഞങ്ങൾക്കൊരു കുഞ്ഞിൻ്റെ ബോഡി കിട്ടി. ശരൺ അത്ര കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ഞങ്ങളുടെ അധ്വാനം മുഴുവനും ഇല്ലേ. ഉറക്കത്തിലായിരുന്നവരിൽ പലരും ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയാതെ കഴുത്തറ്റം ചെളിയിൽ പുതഞ്ഞു നിന്നു. പ്രിയപ്പെട്ടവർ ഒലിച്ചു പോകുന്നതും ചെളിക്കെട്ടിൽ താണുപോകുന്നതും നിസ്സഹായരായി കണ്ടുനിന്നു. തണുത്തുറഞ്ഞ വെളുപ്പാങ്കാലത്ത് നാടു ശവപ്പറമ്പായതുകണ്ട് പ്രാണൻ ബാക്കിയായവർ വാവിട്ട് നിലവിളിച്ചു. അയ്യോ, ആരെങ്കിലും ഒന്ന് ഓടി വരി. ഇവിടെ ഞങ്ങളെ വീട് പോയി ഞങ്ങളിവിടെ ഉണ്ട്. നൗഷീനെ രക്ഷിക്കാൻ പറ്റുന്നില്ല. ഉബൈദൊക്കെ ചളിന്റെ ഉള്ളിലാണ്. ടൗണിൽ തന്നെയാണ്. ആരെങ്കിലും ഒന്ന് ഓടി വരി. അവർക്ക് ജീവനുണ്ടോന്ന് പോലും അറിയില്ല. ഒന്ന് ഓടി വരി. ആരെങ്കിലും ഒന്ന് ഓടി വരി. വെളിച്ചം വീഴുന്നതിനു മുമ്പ് തന്നെ മലയാള നാടിന്റെ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനം തുടങ്ങിയിരുന്നു. ചൂരൽമലയിലും വെള്ളാർമല സ്കൂൾ പരിസരത്തു നിന്നും മൃതദേഹങ്ങൾ ഒന്നൊന്നായി കണ്ടെടുത്തു. ആംബുലൻസും രക്ഷാവാഹനങ്ങളും തലങ്ങും വിലങ്ങും പാഞ്ഞു. പാതി വീണ വെട്ടത്തിൽ ചെളിയും ചോരയും കലർന്ന മരവിപ്പിൽ അതിജീവിച്ചവർ തിരിച്ചറിഞ്ഞു. 3.5 മണിക്കൂറിൽ 3 ഗ്രാമങ്ങൾ തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു. ഉരുൾ ഒന്നും ബാക്കി വെച്ചിട്ടില്ല. മുണ്ടക്കൈ മദ്രസ, LP സ്കൂൾ, IB, ട്രീവാലി റിസോർട്ട്, എസ്റ്റേറ്റ് എന്നിവിടങ്ങളിലൊക്കെ കുടുങ്ങിയ മനുഷ്യരെ സൈന്യവും NDRFഉം
ഫയർഫോഴ്സ് അടക്കമുള്ള രക്ഷാസേനകളും അതിസാഹസികമായി പുറത്തെത്തിച്ചു. അതിനിടെ ചാലിയാർ നദി മൃതവാഹിനിയായി മാറിയിരുന്നു. ദുരന്തഭൂമിയിൽ നിന്ന് 38 കിലോമീറ്റർ അകലെ നിലമ്പൂരിൽ ചാലിയാറിലൂടെ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഒഴുകിയെത്തി. ചൂരൽമലയെയും മുണ്ടക്കയെയും ബന്ധിപ്പിച്ച് സൈന്യം ബെയിലി പാലം നിർമ്മിച്ചത് രക്ഷാപ്രവർത്തനത്തിന്റെ വേഗത കൂട്ടി. ജീവിതത്തിന്റെ മുഴുവൻ അധ്വാനം കൊണ്ട് കെട്ടിയുണ്ടാക്കിയ കൂരയിൽ ഉറ്റവരെ ചേർത്തണച്ചുറങ്ങിയവർ, നാളെ പകലിൽ ചെയ്തു തീർക്കാനുള്ളത് എന്തൊക്കെയെന്ന് മനസ്സിൽ ഉറപ്പിച്ചവർ, മകളുടെ, മകന്റെ, അമ്മയുടെ, അച്ഛന്റെ, പങ്കാളിയുടെ കൂടെപ്പിറപ്പിന്റെ സ്വപ്നത്തെ കൈപിടിച്ചു കൊണ്ടു നടന്നവർ, ഒരു രാത്രിക്കിപ്പുറം വീടുകൾക്കുള്ളിൽ, ചെളിക്കെട്ടിൽ, പാറയിടുക്കിൽ, മലമടക്കിൽ ചിതറിത്തെറിച്ച് തണുത്തുറഞ്ഞു പോയവർ, അടയാളങ്ങളൊന്നും ബാക്കി വയ്ക്കാതെ ജനിതക വിലാസവും പേറി പുത്തുമലയുടെ താഴ്വരയിൽ ഒന്നിച്ചുറങ്ങുന്നവർ. നിധി പോലെ കാത്ത കളിപ്പാട്ടങ്ങളിൽ ചെളി പുരണ്ടിട്ടുണ്ട്. പാവക്കുട്ടികളിൽ രക്തം കട്ടപിടിച്ചിട്ടുണ്ട്. പുസ്തക സഞ്ചികൾ പിഞ്ചി കീറിയിട്ടുണ്ട്. കുഞ്ഞുടുപ്പുകളിൽ പിന്നെയും പിന്നെയും നോവിന്റെ നനവ് പടരുന്നുണ്ട്. പള്ളിക്കുഴിയിലേക്കെടുത്ത തുണിക്കെട്ടിനുള്ളിൽ പ്രപഞ്ചം അപ്പാടെ അസ്തമിച്ചുറങ്ങുന്നുണ്ട്. ഉള്ളു പൊട്ടുന്നുണ്ട്. ഉരുളുഴുതുമറിച്ച ആ ഘോര രാത്രി ബാക്കി വെച്ച മരവിപ്പിക്കുന്ന കാഴ്ചകൾ ഈ മണ്ണിൽ ശേഷിക്കുന്നു. സന്നദ്ധ പ്രവർത്തകരുടെ ഒരു തിരച്ചിലിനും പിടികൊടുക്കാതെ മണ്ണായ മനുഷ്യർ നിരവധിയാണ്. ഉറ്റവരും ഉടയവരും ഭൂമിയും വീടും വാഹനങ്ങളുമടക്കം ഒരായുഷ്കാലത്തെ സകലതും സർവ്വതും നഷ്ടപ്പെട്ടവർ നിരവധിയാണ്. എവിടെയാണ് എന്താണ് ഞാൻ എല്ലാ ബോഡിയും ഞാൻ നോക്കുന്നുണ്ട്. അതിലേതെങ്കിലും ഉണ്ടാവുന്നതിന്റെ മോളും പറഞ്ഞു എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അശ്വനിപാതം പോലെ പെയ്തിറങ്ങിയ ദുരന്തത്തെ അതിജീവിച്ച് ആതുരാലയങ്ങളിൽ കഴിയുന്നവർ നിരവധിയാണ്. ബോധം വരുന്ന സമയത്ത് കണ്ണു തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ മനസ്സിലായി കുഴീൻ്റെ ഉള്ളിലാണ്. എന്തോ ഭാഗ്യത്തിന് ശ്വാസം എടുക്കാൻ പറ്റി. 2 സെക്കൻഡ് സാറ്റ് എടുക്കാൻ പറ്റി. ആ ശ്വാസത്തിനുള്ളിലാണ് ഞാൻ കുഴിയിൽ നിന്ന് കയറി വന്നു. എന്നെ കിട്ടിയ സ്പോട്ടിലേക്ക് ഞാൻ മണിക്കൂറുകളെടുത്തിട്ടാണ് എഴഞ്ഞ് വന്ന്. എന്നിട്ട് അവിടെ കിടക്കുകയായിരുന്നു. ആശുപത്രി മുറികളും ദുരിതാശ്വാസ ക്യാമ്പുകളും വിട്ട് വാടക വീടുകളിൽ ജീവിതം തുന്നിക്കെട്ടുന്നവർ നിരവധിയാണ്. ഇവിടെ എത്തുന്നവരെ എൻ്റെ പ്രാർത്ഥന ഇങ്ങനെ കിട്ടുമ്പോൾ ജീവൻ ഉണ്ടാട്ടെ. പക്ഷെ ഞാനൊരു എൻ്റെ മനസ്സുകൊണ്ട് ഞാനൊരു ദോഹം ആരും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ പ്രാർത്ഥനയോട് ചിലപ്പോൾ കിട്ടും. ഇവിടെ വന്നപ്പോഴും മോൻ അടിയിലാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജ്യേഷ്ഠനോട് പറഞ്ഞു, ഉമ്മാനോട് ഒന്ന് പറയും, എനിക്കിത് പറയണം. ഉമ്മ പ്രാർത്ഥിച്ച് ചിലപ്പോൾ മോൻ ഇഷ്ടപ്പെട്ട് ജീവൻ ഉണ്ടാവും എടുക്കുമ്പോൾ.
കണ്ണുനീർ വറ്റിയ മനുഷ്യരെ ഇനിയും കരയാൻ വിടരുത്. അവർക്ക് കരുണ കൈയാകണം. ഹൃദയം പൊട്ടി വിലപിക്കുന്ന പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, ചൂരൽമല മേഖലയെ ജനകീയ പങ്കാളിത്തത്തോടെ 24 ചേർത്തു പിടിക്കുകയാണ്. കൂടെപ്പിറപ്പുകളുടെ അതിജീവനം ഞങ്ങളുടെ ഉത്തരവാദിത്തമായി ഏറ്റെടുക്കുന്നു. മനുഷ്യസ്നേഹത്തിന്റെ പരകോടിയിൽ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് ഞങ്ങൾ 24 വാക്കു തരുന്നു. ടീം 24 വയനാട്.